നമസ്കാരം. നമസ്കാരം. നമ്മള് കുറെ പേര് നമ്മള് കമന്റിലൂടെ പരാതി പറഞ്ഞു. നല്ല കുറെ കോഴികൾ ഉണ്ടായതുകൊണ്ട് കോഴികളെ മാത്രം മൈൻഡ് ചെയ്യുന്നുള്ളൂ. ഈ താറാവിനായിട്ട് ഒരു ബന്ധവും എന്താ നിങ്ങളൊരു സ്നേഹം കാണിക്കുന്നില്ല എന്ന് കുറെ ആൾക്കാർ പരാതി പറഞ്ഞു. സ്നേഹം കാണിക്കണം. കാരണം നമ്മള് കൂട്ടില് കോഴിയല്ല കുളം ഉണ്ടാക്കി കൊടുക്കുന്നില്ല എന്ന് നമ്മൾ പരാതി പറഞ്ഞു. നമ്മളല്ല, കമന്റിൽ ആൾക്കാർ പരാതി പറഞ്ഞു. അപ്പൊ നമ്മളിന്ന് കുളം ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി പോവാണ്. അപ്പൊ കുളം എങ്ങനെ ഉണ്ടാക്കുന്നതെന്നെല്ലാം നമ്മൾ ലൈവായിട്ട് കാണിച്ചു തരും. പുള്ളിക്ക് നീന്താൻ തീരെ താല്പര്യമില്ലാത്തതുകൊണ്ടാണ് നമ്മൾ കുളം ഉണ്ടാക്കാതിരുന്നത്. വെള്ളം പേടിയാണ്, നമുക്ക് ഉണ്ടാക്കിയിട്ട് നോക്കാം. കോഴികളോടെ ജീവിച്ച് നമ്മൾ കുളത്തിൽ മുക്കി നമുക്ക് ഇപ്പൊ കുളം ഉണ്ടാക്കുന്ന വീഡിയോയിലൊക്കെ പോവാ. ഓക്കെ ഗൈസ്, നമ്മളപ്പോ വണ്ടിയുടെ ടയർ ഊരാൻ പോവാണ്. ഓക്കെ, വരും. അത് മാത്രം നമുക്ക് ഇപ്പൊ ടയർ ആയിട്ടുള്ളൂ. അതുകൊണ്ടാണ് നമ്മള് വണ്ടിയുടെ ടയർ ഊരുന്നത് കേട്ടോ. വല്ല വിഷയം വന്നാൽ ഞാൻ ടയറിന്റെ ഇതാന്ന് പറഞ്ഞേക്കില്ല. ഞാനും പഠിക്കില്ല. വണ്ടിയുടെ കാറിന്റെ താക്കോൽ എടുത്തോണ്ടോ. അപ്പൊ കാറില് നമുക്ക് നല്ല ഈ ടയർ നമുക്ക് ഊരിയെടുക്കാം. ഇതാ കട്ട ടയർ. വാപ്പ ഏതായാലും ടയർ മാറാതിരിക്കുക. ടയറൊക്കെ നമുക്ക് എന്തായി പോയി, മറ്റേ തേഞ്ഞു പോയിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ ഈ ടയർ നമുക്ക് ഊരാം. 3 പേര് വെച്ച് ഓടിക്കേണ്ടി വരും. അതെ. അപ്പൊ നമ്മള് ഡിക്കി തുറന്ന് നമുക്ക് മറ്റെന്താ ജാക്കി അല്ലടാ അതിന്റെ പേര്, ജാക്കി എടുക്കണം. ജാക്കി എടുത്തിട്ട് അത് വേണം. വണ്ടിക്ക് ഭയങ്കര വെയിറ്റ് ആണ്. ശബ്ദം കേൾപ്പിക്കല്ലേ. ഓക്കെ ഗൈസ്, നമ്മള് ടയർ ഊരിയിട്ടുണ്ട്. ഇങ്ങനെ കമ്മത്തിറേ അവിടെ പോറും ഒക്കെ സംഭവം ആവശ്യമുള്ളതാണ്. നമ്മളത് എന്തെടുത്താന്ന് വെച്ചാൽ ഇത് ഏതായാലും മാറായിക്കാട്ടോ. അതിന്റെ ടയറൊക്കെ തേഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. അതാ സാധനം എന്ത് ചെയ്യണം, വെട്ടിപ്പൊളിച്ചിട്ട് നമുക്ക് അത് സെറ്റ് ആക്കാം. കാറ്റ് കളയുന്ന കാറ്റെന്ന് പറഞ്ഞേര്. റിസ്ക് ഉള്ള പരിപാടിയാണ്. നമുക്ക് ടയർ കൊണ്ട് അങ്ങനെ വെട്ടിപ്പൊളിക്കുന്ന കുറച്ച് ആയുധങ്ങളിലൊക്കെ ആവശ്യമുണ്ട്. അതുകൊണ്ട് നമ്മളത് വെട്ടിപ്പൊളിക്കുന്ന വീഡിയോ ഒന്നും എന്ത് ചെയ്യുന്നില്ല, ഇടുന്നില്ല. മറ്റേ ഇട്ട് കഴിഞ്ഞിട്ട് നമുക്ക് ഫൈനൽ റിസൾട്ട് എന്തായാലും കാണിക്കാം കേട്ടോ മച്ചാനെ. അപ്പൊ നമ്മള് കുറച്ചു നേരത്തെ പരിപാടിക്ക് ശേഷം നമ്മുടെ ടയർ നല്ല തിരിച്ചെടുത്തിട്ടുണ്ട്. ഇങ്ങനെ ടയർ തിരിക്കുന്ന വീഡിയോ കുറെ യൂട്യൂബിലൊക്കെ നിങ്ങളെല്ലാം കണ്ടതാണ്. അതുകൊണ്ടാണ് അതിന്റെ ഡീറ്റെയിൽ വീഡിയോ ഇട്ട് നിങ്ങളെ ബോറടിപ്പിക്കാതിരുന്നത് കേട്ടോ. അപ്പൊ നമ്മുടെ ഊരിയെടുത്ത ടയർ നമ്മൾ ഇങ്ങനെ ആക്കിയിട്ടുണ്ട്. ഇനി ഈ ടയറിൽ നമ്മള് പടുത വിരിച്ച് നമുക്ക് കശുവണ്ടി താറാവിന് വെച്ചു കൊടുക്കുന്ന പരിപാടി നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഇത് കുളത്തിന് ഇവിടെ കൊണ്ട് വെച്ചിട്ട് വെള്ളം നിറച്ചാൽ മതിയോ, അങ്ങനെ വെള്ളം നിറയ്ക്കാം അല്ലെ? ശരിയാണല്ലോ. അപ്പൊ അത്യാവശ്യം വെയിറ്റ് ഉണ്ട് കേട്ടോ. നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ നല്ല വെയിറ്റ് ഉള്ള ടയറാണ്. എനിക്ക് തോന്നുന്നു നല്ല വെയിറ്റ് ഉള്ളതുകൊണ്ടായിരിക്കും ഇത്രയും വെയിറ്റ് വരാൻ കാരണം. അത് ശരിയാ, സാധാരണ അങ്ങനെയാണ് സാധാരണ ഉണ്ടാവല് പണ്ടൊക്കെ അല്ലേ. പൊക്കോ അതെ. ഈ ഭാഗത്തോട്ടൊക്കെ ഇങ്ങനെയാ. ഞാൻ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കടാ. 1 കിലോ പഞ്ഞിക്കാണോ 1 കിലോ കമ്പിക്കാണോ ഏറ്റവും കൂടുതൽ? ആണോ? അതെന്താ? അപ്പൊ നമ്മളിത് തുറന്നു വിട്ടിട്ടുണ്ട് എല്ലാരും. ഇപ്പൊ എല്ലാരും ഒരു കുടുംബ ജീവിതമായിട്ടാണ് കഴിയുന്നത് കേട്ടോ. ഒറ്റ ജീവിതം എല്ലാവർക്കും, ചെറുതും വലുതൊക്കെ ഒറ്റ ആൾക്കാരാട്ടോ. എന്തോ വിഷയം ഉണ്ടെന്നൊക്കെ പറഞ്ഞു നമ്മുടെ കോഴിയൊക്കെ നമ്മൾ ഇഷ്ടക്കാരാണ്. നമ്മുടെ അടുത്തോട്ട് വരുന്നത്. ഈ മൂലക്ക് വെച്ചാൽ മതിടാ. ഇത് എവിടെ? ഒരു മൂല പിടിപ്പിച്ചടാ. ഒരു മൂല വെച്ചടാ. അത് ശരി. സോപ്പുകളല്ല, സോപ്പുകൾ ആ വഴി അവിടെ അല്ലേ വരുന്നത്, അതിലേക്കൂടെ അല്ലേ വരുന്നത്? ആണ്. എന്നാ ആ മൂല വേടാ, ആ മൂല വേ. അപ്പൊ ആ മൂല വെക്കാം നമുക്ക്. എന്റെ മോനെ, അത് കൊള്ളായിരുന്നു കേട്ടോ. മൂല വെക്കാം. നിങ്ങൾ എല്ലാരും കൂടെ അത് ശരി. അതാകുമ്പോ നല്ലൊരു ഇതാ. എന്നാ പിടിച്ചോ. ഓക്കെ, അപ്പൊ നമ്മൾ നടുക്കാണ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നമ്മളെല്ലാം സെറ്റിങ്സ് ആണ്. എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് വെച്ചാൽ എല്ലാവരും നോക്കിക്കൊണ്ടിരിക്കുകയാണ്. സുന്ദരി താറാവിന്റെ കൂട്ടുകാരി, സുന്ദരി താറാവല്ല കശുവണ്ടി താറാവ്. എല്ലാവരും വലിയ ചർച്ചയിലാണ്, ഭയങ്കര ചർച്ചയിലാണ്. ഇപ്പൊ കുഴപ്പമില്ല, ചെറിയ മരുന്ന് കൊടുത്ത് നോക്കാം നമുക്ക്. ഇവരെല്ലാരും കമ്മി അടിച്ചിരിക്കും കേട്ടോ. അവരൊക്കെ വെളിയിൽ ഇറക്കി വിട്ടിട്ട് സന്തോഷത്തിലാണ്, ഭയങ്കര സന്തോഷത്തിലാണ്. പാലം പോലെ വെച്ചു കൊടുക്കണം. പാലം വെച്ചു കൊടുക്കാം അല്ലെ? ഓക്കെ, അത് നമുക്കൊന്ന് വെള്ളം നിറച്ചു കൊടുക്കാം. പടുത വെച്ചു കൊടുക്കാം. പടുതൊക്കെ ഒന്ന് നനയ്ക്കണം നമുക്ക്. വാ പെട്ടെന്ന് പരിപാടി കഴിക്കാം. അയ്യോ ഇതന്നെ ഇത് കണ്ടോ? വേടാ ഓക്കെ. നമ്മള് കുളത്തിൽ വിരിക്കാനുള്ള ഒരു പടുത നമ്മൾ സെറ്റ് ആയിട്ടുണ്ട്. ആ പടുത നമ്മളൊന്ന് കഴുകിയെടുക്കുവാണ്. കഴുകിയെടുക്കുന്ന ദൃശ്യങ്ങളാണ് നിങ്ങളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ആ സ്ഥാനം കൊണ്ട് തന്നെയാട്ടോ കഴുകുന്നത്. ആ സാധനം ഏതായാലും വളരെ ഉപകാരപ്രദമായി. നമ്മുടെ
സലീം സലീം അബ്ദുൽ ഗഫൂർ ആണ് കഴുകിക്കൊണ്ടിരിക്കുന്നത്. നല്ല കഴുകലുകാരനാണ്. പക്ഷെ അവൻ കുളിക്കാറില്ല, അതാണ് പ്രശ്നം. നമ്മൾ ഈ സാധനം കൊണ്ടാണ് ഈ ഭിത്തിയിൽ മെഹബിൻ എഴുതിയിരിക്കുന്നത്. കണ്ടോ ഇത്ര പെർഫെക്റ്റ് ആണെന്ന് നോക്കിയാൽ മെഹബിൻ ഹാലിയിൽ. കണ്ടോ നെല്ലിയും എന്താ ചോദിക്കുന്നത്, എന്താ ചോദിക്കുന്നത്, നാലാറാമതോ എന്തോ എഴുതിയിട്ടുണ്ടോ? അവൻ അറിയില്ല അവൻ എന്താ എഴുതിയിരിക്കുന്നത്. ടൈമം വന്നിട്ടുണ്ട്. അവൻ കുറെ താമസിച്ചു പോയി, നേരത്തെ വരാന്ന് പറഞ്ഞതാണ്. അസ്സലാമു അലൈക്കും. എന്താണ് വിശേഷങ്ങൾ? സൈക്കിള് കഴുകി കൊടുക്കുന്നതാണോ? അവന് കഴുകാൻ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാ കേട്ടോ. വിറ്റുപീഞ്ഞ സൈക്കിളാണ്, ഒന്നും പറയാനില്ല. അരങ്ങ് പൈന ഇച്ചിരി ഓളം ഉണ്ടോ അവന്? കൊണ്ട് വിറ്റിടാ. അതാണ് ഈ സൈക്കിളിന്റെ ഏറ്റവും വലിയ, പക്ഷെ ബ്രേക്ക് അടിക്കുമ്പോ നിൽക്കുകയും ചെയ്യും. ഓ അത് കൊള്ളാലോ. അത് നെഞ്ചത്ത് തന്നെ യോന്ന് എഴുതിയിട്ടുണ്ട്. അപ്പൊ തന്നെ നമുക്ക് മനസ്സിലാവില്ല അവന്റെ ഒരു ഓളം. അവൻ വൈബ് കളിക്കാനാണ് കണ്ടോ. പക്ഷെ വന്ന സമയം കുറച്ച് താമസിച്ചില്ല, കെട്ടിയിടുന്ന വീഡിയോ കൂടെ എടുക്കായിരുന്നു. അതെ അതെ അതെ. മഴവില്ല് കളിച്ചു സൈമ മുകളിലോട്ട് അടിച്ച് മഴവില്ല്. കണ്ടോ കണ്ടോ എന്റെ മോനെ, എന്റെ ആള് ആ കൊള്ളായിരുന്നു കേട്ടോ. നിലാസഞ്ചിയല്ല, നിലാവഞ്ചിയാണ്. എന്റെ മോനാണ്. മലവില് കണ്ടോ, മഴവില് കാണുന്നുണ്ട് കേട്ടോ. മഴവില്ലുണ്ട് ഇവിടെ, ഈ പ്രദേശത്ത് മഴവില്ലുണ്ട്. അവളുടെ വേനൽക്കാലമായി, ഇത്ര ദിവസം മഴയായിരുന്നിട്ട് വേനൽക്കാലമായി, നല്ല ചൂടാണ്. പടുതാട് ഇത് നമ്മള് സ്വിമ്മിംഗ് പൂൾ ഉണ്ടാക്കാൻ പോകുന്നത്. വാ. ആ അതല്ലേ നിന്നോട് ഞാൻ പറഞ്ഞില്ലേ 3 മണിയാകുമ്പോ പറഞ്ഞത്. ഇന്നലെ പറഞ്ഞിട്ട് വന്നില്ലോ നീ. ഇന്നലെ ഞാൻ കേട്ടോ. കറക്റ്റ് 2 മണിയാകുമ്പോ ഉമ്മേനെ വിളിച്ചോണ്ട് അക്കരയിലോട്ട് വിളിച്ചോണ്ട് ഉമ്മ അക്കരയിലോട്ട് വിളിച്ചോണ്ടതാണ് അതിന് പറ്റിയ പ്രശ്നം എന്നാണ് പറയുന്നത്. എന്തേലും പറയാം. ഏറ്റവും വലിയ വിഷയം. അതെ, നമ്മൾ ഇക്കരയിലുള്ള ആളാണ്, പിന്നെ അക്കരയിലുള്ള ആളാണ്. അപ്പൊ അതെ അതെ. അപ്പൊ നമ്മള് അതിനകത്ത് വെള്ളം നിറയ്ക്കാനും വെള്ളം വേണം കേട്ടോ. നമ്മള് കോഴിക്കൂട്ടിലോട്ട് സാധനം കയറ്റാൻ വേണ്ടി പോകട്ടോ. അതാണ് നമ്മുടെ പരിപാടി. ഓക്കെ, അതെ. ആ വെള്ളം കഴിയുന്ന സാധനം വെച്ചാണ് ഈ കോഴിക്കൂട് കഴിയത് കേട്ടോ. സെറ്റായി. എല്ലാവരും മേടിച്ചോ, എല്ലാവർക്കും ഉപകാരപ്രദമാവും. ഇത് അന്തകമ്മിയായിട്ട് നടക്കുവാണ്. നമ്മള് വന്നപ്പോ പേടിച്ചു പോയി. അന്തകമ്മിയാ ഒന്നുമില്ല. ഇത് വെള്ളം ഒഴിച്ചു കൊടുക്കാൻ തോന്നുന്നു താന്നുള്ളൂ. അതാണ് പരിപാടി. അപ്പൊ ബക്കറ്റോടെ ബക്കറ്റും വെള്ളം ഇവിടെ ഇവരെല്ലാരും വഴക്കുണ്ടാക്കണല്ലോ. ഇത് നനഞ്ഞു കേട്ടോ. ഇത് ഗുരു കഴിയതാ, നനച്ചിത് ഞാൻ. നമ്മുടെ പയ്യനാണ് തുമ്മല് കണ്ടോ. നനക്കില്ലടേ. കപ്പടിയിട്ട് അപ്പിണ് നശിച്ചു എന്നാണ് തമിഴ് മേബിൻ പറയുന്നത്. അപ്പൊ നമുക്ക് കപ്പന്റെ അടിയിൽ അപ്പി മാറ്റിയിടാം. മുട്ടയില്ല കേട്ടോ. നമുക്ക് മുട്ട വേറെ എടുത്തുണ്ടോ നോക്കാം. ഭയാനകം. കപ്പിലപ്പില്ല. കപ്പ് നമ്മുടെ വിലയുള്ള അപ്പിയാട്ടോ കപ്പ. ആ ചെറുക്കൻ ഒറ്റയ്ക്ക് ബക്കറ്റ് എടുക്കാൻ പോയിക്കുന്നത്. ആരെങ്കിലും കൂടെ പോ. 4 മണിക്ക് നമ്മൾ ബീച്ചിൽ കാറ്റ് കൊള്ളാൻ പോകുന്ന പോലെ ലവ് ബേർഡ്സ് എല്ലാവരും നാട്ടവും പാട്ടവും ഒക്കെയാണ്. അയാൾ എപ്പോഴും കൂട്ടി കയറിയിട്ടുണ്ട്. പക്ഷെ അയാളുടെ മുട്ട ആകത്തില്ല. മുട്ട എന്ത് ചെയ്യും? എന്തെങ്കിലും പറയാനുണ്ടോ? ഒന്നും പറയാനില്ല. കോഴി എന്താ മുട്ട ഇടാത്തത്? പ്രാവന്ത് അല്ല, ശരി. നമ്മള് ലവ് ബേർഡ്സ് എന്താ മുട്ട ഇടാത്തത്? നമ്മള് പ്രപഞ്ചത്തിൽ നമ്മളത് മുട്ടയിടാൻ തോന്നുന്നില്ലായിരിക്കും. അതാണോ? പക്ഷെ എപ്പോഴും കൂട്ടി കയറി ഇരിക്കുന്നുണ്ടല്ലോ. വീട് ഇഷ്ടപ്പെട്ടിട്ട് കൂട്ടി കയറി ഇരിക്കുന്നതാണോ? അപ്പൊ കറക്റ്റായി. ഓക്കെ, അത് കോഴി തിന്നുന്ന കേട്ടോ. നമ്മള് അത് അവിടെ വെച്ചേക്കുന്ന കോഴി തിന്നാൻ വേണ്ടിയായിട്ട്. അമ്മാരെ ബക്കറ്റ് എടുക്കാൻ പോയിട്ട് അമ്മാരെ കാണുന്നില്ല കേട്ടോ. അമ്മാര് അടിയുള്ള ടീംസ് കേട്ടോ. ആയോണ്ടേ അതെ. ഒന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ അടിയാണ് അമ്മാര്. അതാണ് വിഷയം. ഇത് കണ്ടോ, കുത്തിക്കൊണ്ട് ഓടുവാണ് ആർക്കും കൊടുക്കാതെ. ഓട്ടം കമ്പി വെച്ചോളൂ.
ഓക്കെ, ഇനി നമ്മൾ ഇതിനകത്ത് വെള്ളം നിറയ്ക്കാം. വെള്ളം നിറച്ച് കഴിഞ്ഞാൽ നമ്മളിനി കാണിച്ചു തരാം കേട്ടോ. എല്ലാവരുടെയും കയ്യൊപ്പുണ്ടാവണം. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. ഒളു കൊടുക്കുന്നോ? നമ്മുടെ കോഴിയുടെ ബാത്റൂമാണ്. കോഴിക്ക് കുളിക്കാൻ തോന്നുമ്പോ കോഴി അതിന്റെ അകത്ത് കുളിക്കും. ഓ, അങ്ങനത്തെ ബാത്റൂം അതല്ലേ? സമ്മയാ സമക്കിറ ഭയങ്കരമാ രുചിക്കിറ. കുറെ പേര് സംശയം പറഞ്ഞു ഇത് ചുമ്മാ നിങ്ങൾ പറയുന്നതാണ് കശുവണ്ടി താറാവ് നിങ്ങളിട്ട് കഷ്ടപ്പെടുത്തുവാന്ന്. അത് നമ്മൾ ലൈവായിട്ട് ഇപ്പൊ വെള്ളത്തിൽ പിടിച്ചിട്ട് കാണിച്ചു തരാം. ലൈവായിട്ട് നീ താറാവിനെ പിടിച്ചിട്ട് കാണിച്ചു കൊടുക്കുക. അത് ഇഷ്ടമാണോ അല്ലയോ നോക്കാലോ. താറാവടെ ഇവിടെ സോപ്പ് വെള്ളം വരുമ്പോ സോപ്പിന്റെ അടിയിൽ നിന്ന് കുളിക്കും. നേരെ നല്ല വെള്ളത്തിലോട്ട്. ഓ എന്റെ പൊண்ணു ഐഡിയ കേട്ടോ. ഒരു നീയല്ലേ താറാവിനെ പിടിക്കുന്നത്? അയ്യോ ആ ഒരു കമ്പുണ്ട് നമ്മൾ താറാവിനെ പിടിക്കുന്നത്. എന്നാ ഈ കമ്പ് എടുത്ത് നമ്മൾ താറാവിനെ വലിച്ചാ മതി. എന്നാ വലി സീസന്നാ ആ കിട്ടി. ഓക്കെ, താറാവിനെ കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മള് അതെടുത്ത് വെള്ളത്തിൽ ഇട്ടോ. ബിസ്മില്ല. ആ നേരെ വെച്ചോ. കണ്ടല്ലോ, ലൈവായിട്ട് കണ്ടല്ലോ എല്ലാവരും. ഇതാണ് താറാവിന്റെ അവസ്ഥ. ഇങ്ങനെയുണ്ടോ താറാവാ വെള്ളത്തിൽ കുളിക്കാൻ പറ്റാത്ത? കോഴി വെള്ളത്തിൽ കുളിക്കും. അതെ. നമ്മളേതായാലും കുളം സൗകര്യം നമ്മൾ ഉണ്ടാക്കി കൊടുത്തു. സർക്കാരിനോട് നമ്മൾ ബുദ്ധിമുട്ട് പറഞ്ഞു. തൽക്കാലം നമ്മളത് പുതിയ കോമിനെ ഉണ്ടാക്കിയിട്ടുണ്ട്. നീ കുളിക്കോ വേണ്ടെന്നുള്ള അതിന്റെ ഇഷ്ടം. ടൈം അസോളാപ്പാൽ എടുത്തോണ്ടിരാൻ വേണ്ടി പോകണം. അസോളാപ്പായലും കൂടെ നമുക്ക് ഈ കുളത്തിലിട്ട് കുളം ഒന്ന് ചെറുതായിട്ട് അലങ്കരിക്കേണ്ടതായിട്ടുണ്ട്. എന്നാലേ അതിന്റെ ഒരു അസോളാപ്പായൽ കോഴിക്ക് വളരെ നല്ലതാണ്. അസോളാപ്പായൽ ഇപ്പൊ എടുത്ത് ആ കാണുന്ന സാധനം കണ്ടോ, പച്ചക്കിടക്കണ അതാണ് അസോളാപ്പായൽ. അത് പെരുകും. ഈ കോഴിനെ പിടിച്ചിട്ടാലോ? കോഴിയുടെ ആ കോഴിനെ വേണം ചുമ്മാ. ആ കോഴി ഡിപ്രഷനാണ്. ഡിപ്രഷൻ എന്ത് പറ്റി നിർത്തില്ല. രാവിലെ ഒരു കുഴപ്പമില്ലായിരുന്നു. വെള്ളം നിറക്കടേ. ഇതൊന്നും ആരെയും കൊത്തി കാണും. അസോളാപ്പാൽ എടുത്തോണ്ട് വന്നിട്ടുണ്ട്. അസോളാപ്പാൽ കേട്ടോ. ഇതാണ് അസോളാപ്പാൽ. ഇത് പിരിവും കേട്ടോ, ഒരു സീനില്ല. വേണ്ടവർ ബന്ധപ്പെടുക, കൊറിയർ അയച്ചു തരാം. നല്ല സാധനമാണ്, കോഴിക്കൊക്കെ നല്ലതാണ്. മീന് നല്ലതല്ല. മീന് ഇത് തിങ്ങി വന്ന് മീന് ശ്വാസം മുട്ടും. അതിലിട്ടേക്കുന്നത് നമുക്ക് കോഴികൾക്ക് കൊടുക്കാലോ വളർന്നു വലുതായ. അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ സെറ്റ് ചെയ്തേക്കുന്നത്. ഇടയ്ക്ക് കോഴി അതിന്റെ അകത്ത് പൊക്കത്ത് കയറി തിന്നാറുണ്ട്. അതെ, പശുവൊക്കെ വെള്ളം കുടിക്കുന്നല്ല. ആ മീൻ കിടന്നോട്ടെ. കണ്ണിട്ടായിരിക്കും. എവിടെ നിന്നെടുത്ത മീൻ? ഇത് എവിടെ നിന്നെടുത്ത പായല്? എപ്പഴത്തെ ആയിട്ടോ? അതല്ലേ ഞാത്തില്ലോ കാലില്. ആ ശരി, അവിടെ കൊണ്ടിട്ടേ ചെന്നാ. ആ ശരി, ഒന്നുകൂടെ നമുക്കൊരു കാര്യം ചെയ്യാം. ഞങ്ങളൊക്കെ മാറിയിരിക്കാം. നീ ഒറ്റയ്ക്ക് കൊണ്ട് സമാധാനമായിട്ട് കൊണ്ടിട്ട് വാടാ, ഞങ്ങൾ വിളിച്ചിരിക്കാം. അല്ല സുദേശേ, അല്ല താറാവ് നിറഞ്ഞു തുളുമ്പി. അതൊരു വിഷയമായി. ഓക്കെ, നമ്മള് 3-4 ബക്കറ്റ് വെള്ളം. ഇനി ഞങ്ങൾ ആള് കൂടിയിട്ടുണ്ടായിരിക്കും. ഇപ്പൊ കശുവണ്ടി താറാൻ ചെറിയ നാണം. നമുക്ക് ആള് മാറിയിട്ട് കശുവണ്ടി താറാനെ പിടിച്ചിരിക്കാം കേട്ടോ. ബാങ്ക് വിളിക്കുന്നു. മേവിൻ പയ്യെ തൂക്കുന്ന പോലെ എല്ലാം കാണിച്ച് പയ്യെ അതിനെ പിടിക്കാനുള്ള പരിപാടി കേട്ടോ. കാലി കൊത്തുന്നോ? എങ്ങനെയാ? സമാധാനമായിട്ട് കൊണ്ടു കേട്ടോ. ഇട്ട് നോക്കാം, ഇഷ്ടപ്പെടുവാണ്. നീ അത് ഞാൻ മേലെ കുളിപ്പിക്കല, അലർജിയാ വെള്ളം. വല്ലാത്തൊരു
എന്തൊരു ഇതായത് ഇങ്ങനെയാണ്. പുറമേ മാത്രമാണ് താറാവ്. ഉള്ളിലതൊരു കോഴിയാണ്. അത് തന്നെ, അതാണ് മെയിൻ പോയിന്റ് എന്ന് പറയുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഇനി ആരും പരാതി പറയരുത്, താറാവിന് കുളം ഉണ്ടാക്കി കൊടുക്കുന്നില്ല. താറാവിനെ മേടിക്കാം. നമ്മളെ പരമാവധി വെള്ളം ഇല്ലാണ്ട് ജീവിക്കത്തില്ലായിരിക്കും, ഇതേപോലെ അല്ലായിരിക്കും. അത് ശരിയാ, ശരി. അല്ല, വെള്ളം ആവശ്യത്തിന് കുടിക്കുന്നുണ്ട്. ഈ ബക്കറ്റ് തീർത്തേതാ. വെള്ളം അവിടെ ഇരുന്നോട്ടെ, ആർക്കെങ്കിലും ഉപകാരപ്പെടുമായിരിക്കും. കാക്കകളോ ആരെങ്കിലും വന്ന് കുടിച്ചോളും. അപ്പം ഓക്കെ, നീ ഒക്കെ അല്ലായിരുന്നു വിഷമം അല്ലേ? ഓക്കെ, അപ്പൊ ആ വിഷമം മറ്റേ തീർത്ത് കൊടുത്തിട്ടുണ്ട്. താറാവിന് വെള്ളത്തിൽ കുളിക്കുന്ന ഇഷ്ടമില്ല, അതാണ് മെയിൻ പ്രശ്നം. ഓക്കെ, റെഡി അല്ലേ? അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. അടുത്ത നീ ഒന്ന് പറയൂ. ഷെയർ ചെയ്യൂ, നീ പറ. ലൈക്ക് ചെയ്യൂ, നീ സബ്സ്ക്രൈബ് ചെയ്യും. സന്തോഷിക്കൂ. സന്തോഷിക്കും. ഓക്കെ ഓക്കെ ഗൈസ്, കമന്റ് ചെയ്യും. കമന്റ് ചെയ്യ്. കമന്റ് ചെയ്യും. എല്ലാവരും പോകട്ടെ, ഫ്രണ്ടിലാ. അസ്സലാമലൈക്കും. പുതിയൊരു ദിവസം. എന്താ എല്ലാവരും ഫോളോ ചെയ്യുക, ദുആ ചെയ്യുക.